Today's topic is a novel written by George Orwell, Animal Farm. ജോർജ് ഓവൽ എഴുതിയ അനിമൽ ഫാം എന്ന ഒരു നോവലാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോർജ് ഓവൽ ഈസ് ദി പെൻ നെയിം ഓഫ് ദ ബ്രിട്ടീഷ് റൈറ്റർ എറിക് ആർതർ ബ്ലെയർ. ബ്രിട്ടീഷ് എഴുത്തുകാരനായ എറിക് ആർതർ ബ്ലെയറിൻ്റെ തൂലിക നാമമാണ് ജോർജ് ഓർവെൽ. He was born in 1903 and died in 1950. 1903 ജനിച്ച് 1950 അദ്ദേഹം മരിച്ചത്. He was a novelist, essayist, journalist and critic known for his opposition to totalitarianism. അദ്ദേഹം ഒരു നോവലിസ്റ്റും എസ്സേയിസ്റ്റും ജേർണലിസ്റ്റും നിരൂപകനുമായിരുന്നു. സമഗ്രാധിപത്യത്തിൻ്റെ കടുത്ത വിരോധിയായിരുന്നു അദ്ദേഹം. ഹീ സപ്പോർട്ടഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. ജോർജ് ഓവൽ ജനാധിപത്യ സോഷ്യലിസത്തെ പിന്തുണച്ചയാളാണ്. ഇൻ 2008 ദ ടൈംസ് റാങ്ക്ഡ് ഹിം സെക്കൻഡ് ഇൻ എ ലിസ്റ്റ് ഓഫ് 50 ഗ്രേറ്റ് ബ്രിട്ടീഷ് റൈറ്റേഴ്സ് സിൻസ് 1945. 2008 ദി ടൈംസ് മഹാന്മാരായ 50 എഴുത്തുകാരുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 1945 മുതലുള്ളവരുടെ പേരാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആ ലിസ്റ്റിൽ ഓർവെലിനായിരുന്നു 2ാം സ്ഥാനം. ഓർവെൽ ഹാസ് സം ഇന്ത്യൻ കണക്ഷൻ ആസ് ഹി വാസ് ബോൺ ഇൻ മോത്തിഹാരി ഇൻ ദി ബംഗാൾ പ്രോവിൻസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഹി ഓൾസോ സെർവ്ഡ് ഇൻ ദി ഇമ്പീരിയൽ പോലീസ്, പ്രിക്കേഴ്സർ ടു ഇന്ത്യൻ പോലീസ് സർവീസ് ഇൻ ബർമ. അദ്ദേഹത്തിന് അല്പം ഇന്ത്യൻ ബന്ധവുമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പ്രോവിൻസിൽ മോത്തിഹാരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അന്നത്തെ ഇമ്പീരിയൽ പോലീസിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ മുൻഗാമിയാണ് ഇമ്പീരിയൽ പോലീസ്. ഓവൽസ് കോൺട്രിബ്യൂഷൻ ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് ബീൻ സിഗ്നിഫിക്കൻറ്റ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഓർവെലിൻ്റെ സംഭാവന വളരെ വലുതാണ്. ദ ടേം Orwellian describes ideas and situations that are destructive to the welfare of a free and open society. സ്വതന്ത്രമായ തുറന്ന സമൂഹത്തിനെതിരെയുള്ള ആശയങ്ങളെയും സന്ദർഭങ്ങളെയും ഓർവേലിയൻ എന്ന് വിളിക്കും. ഓർവേലിയൻ എന്നാൽ ഏകാധിപത്യ സമഗ്രാധിപത്യ സ്വഭാവമുള്ളത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളാണ് പിന്നീട് പ്രശംസ നേടിയത്. ഹി ഹാസ് കോയിൻഡ് മെനി ഫ്രേസസ് ലൈക്ക് ബിഗ് ബ്രദർ, തോട്ട് പോലീസ്, ഡബിൾ തിങ്ക്. ഇദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളാണ് ബിഗ് ബ്രദർ, തോട്ട് പോലീസ്, ഡബിൾ തിങ്ക് മുതലായവ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ 2 നോവലുകളാണ് 1984 കൂടാതെ ആനിമൽ ഫാം. ആ ആനിമൽ ഫാമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. Animal Farm, published in 1945, is described as a political fable. Animal Farm ഒരു രാഷ്ട്രീയ കഥയാണ്. 1945 പ്രസിദ്ധീകരിക്കുന്നത്. It is based on the story of the Russian Revolution and its betrayal by Joseph Stalin. റഷ്യൻ റവല്യൂഷനെ പറ്റിയും ജോസഫ് സ്റ്റാലിൻ അതെങ്ങനെ അട്ടിമറിച്ചു എന്നതിനെയും ആസ്പദമാക്കിയിട്ടാണ് കഥ പറയുന്നത്. അനിമൽ ഫാമിൻ്റെ സമ്മറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഇതൊരു ലോങ് ഫിക്ഷനാണ്. ലോങ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഫിക്ഷൻ ഈസ് ലിറ്ററേച്ചർ ഇൻ ദ ഫോം ഓഫ് പ്രോസ്, എസ്പെഷ്യലി നോവൽസ് that describes imaginary events and people. ഭാവനയിലുള്ള സംഭവങ്ങളെയും ആൾക്കാരെയും വിവരിക്കുന്ന സാഹിത്യത്തിലെ ഗദ്യരചനകളാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. കൂടുതലായും നോവലുകളാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്. In her famous book, The Anatomy of the Novel, written by Marjorie Boulton, a British author, says most people know the difference between a lie and a fiction. നമുക്കെപ്പോഴും സംശയം തോന്നാം the difference between a lie and a fiction. അതായത്
മാർജറി ബൗൾട്ടൺ എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരി തൻ്റെ വളരെ പ്രശസ്തമായ ദി അനാറ്റമി ഓഫ് ദി നോവൽ എന്ന പുസ്തകത്തിൽ ഇദ്ദേഹം ഇപ്രകാരം പറയുകയാണ്: ഒരു നുണയും ഫിക്ഷനും തമ്മിലുള്ള വ്യത്യാസം മിക്കവാറും എല്ലാവർക്കും അറിയാം, അല്ലേ? എന്താണ് നുണ? എ ലൈ ഈസ് മെൻറ്റ് ടു ഡിസീവ്, എ ഫിക്ഷൻ ഈസ് മെൻറ്റ് ടു എൻ്റർടൈൻ. നമുക്കറിയാം. ഒരു നുണയും ഫിക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, നുണ പറയുന്നത് ചതിക്കാനാണ്, ഫിക്ഷൻ രസിപ്പിക്കാനുമാണ്. ഫിക്ഷൻ എന്ന് പറയുമ്പം അത് രസിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യുകയാണ്. ഒരു ലൈ, അതായത് നുണ എന്ന് പറയുന്നത് ചതിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വ്യത്യാസം എല്ലാവർക്കും അറിയാം, മിക്കവാറും എല്ലാവർക്കും അറിയാം. നുണ പറയുന്നത് ചതിക്കാനാണെന്നും ഫിക്ഷൻ രസിപ്പിക്കാനാണെന്നും. അപ്പോൾ ഭാവനയിൽ നിന്നും ഉടലെടുക്കുന്ന ഏതൊരു കഥയും അതിലെ കഥാപാത്രങ്ങളും ഫിക്ഷനാണ്. ഫിക്ഷൻ ഭാവനയുടെ ഉൽപ്പന്നങ്ങളാണ്. കഥകൾ, കെട്ടുകഥകൾ, യക്ഷിക്കഥകൾ, പുരാണ കഥകൾ, ഇതിഹാസ കഥകൾ, കഥകൾ പറയുന്ന കാവ്യങ്ങൾ, നാടകങ്ങൾ, ഡ്രാമകൾ, സിനിമകൾ, ടെലിവിഷൻ പരിപാടികൾ, റേഡിയോ ഡ്രാമ എന്നിവയെല്ലാം ഫിക്ഷനിൽപ്പെടും. അപ്പം നമ്മൾ ഏതൊക്കെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൈറ്റിങ്സ് ആർ ദർ ഇൻ ഫിക്ഷൻ. സ്റ്റോറീസ്, fables, fairy tales, myths, legends, epics, narrative poetry, plays, other theatrical performance, films, many television programs, radio drama, etc. are fictions. Fiction include the novel, short story and the novella. അപ്പോൾ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാവനയിലെ കഥകളാണ്. അത് പല രീതിയിൽ അത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. കെട്ടുകഥയാകാം, യക്ഷിക്കഥയാകാം, പുരാണ കഥകളാകാം, ഇതിഹാസ കഥകളാകാം, കഥകൾ പറയുന്ന കാവ്യങ്ങളാകാം, നാടകങ്ങളാകാം, ഡ്രാമകളാകാം, സിനിമകളോ ടെലിവിഷൻ പരിപാടികളോ റേഡിയോ ഡ്രാമകളോ എല്ലാം ആകാം ഇതിൽപ്പെടും. നോവൽ, ചെറുകഥ, ചെറു നോവൽ എന്നിവയെല്ലാം ഫിക്ഷനിൽപ്പെടുന്നതാണ്. It is not easy to define a novel. Normally, the novel is defined as the extended fictional narrative in prose long enough to warrant separate publication. The novel does not acknowledge any obligatory structure, style, or object matter. The novel is the most important literary genre in modern age. നോവലിൻ്റെ നിർവചനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുന്ന വിധം ദൈർഘ്യമുള്ള ഒരു കഥയാണ് നോവലിനെ പലരും നിർവചിക്കുന്ന. ഒരു നോവലിനൊരു പ്രത്യേക ഘടനയോ രീതിയോ വിഷയമോ ഒന്നുമില്ല. ആധുനിക യുഗത്തിൽ നോവലാണ് ഏറ്റവും പ്രധാന സാഹിത്യരൂപം. In most European languages, the term for novel is Roman, which comes from the medieval, the Romance. The term novel in English comes from the Italian novella, which means a little new thing. A novella is a short tale in prose. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നോവൽ അറിയപ്പെടുന്നത് റോമൻ എന്ന പേരിലാണ്. റൊമാൻസ് എന്നതിൽ നിന്നുമാണ് റോമൻ വരുന്നത്. ഇംഗ്ലീഷിലെ നോവൽ വരുന്നത് ഇറ്റാലിയൻ ഭാഷയിലെ നോവല എന്ന വാക്കിൽ നിന്നുമാണ്. നോവല എന്ന വാക്കിനർത്ഥം ഒരു ചെറിയ പുതിയ സാധനം എന്നാണ്. അതായത് ഗദ്യത്തിലുള്ള ഒരു ചെറിയ കഥയാണ് നോവല. Scholars differ in their views regarding the origin of the novel. Many think the first novel was Don Quixote, written by Miguel de Cervantes. അതായത് നോവലിൻ്റെ തുടക്കത്തെപ്പറ്റി പണ്ഡിതന്മാരുടെ ഇടയിൽ വിവിധ അഭിപ്രായങ്ങളാണ് ഉള്ളത്. പലരും പറയുന്നത് മിഗെയിൽ ഡെ സെർവാൻറ്റീസ് എഴുതിയ ഡോൺ കിക്സോട്ട് ആണ് ആദ്യത്തെ നോവൽ എന്നാണ്. ഏതാണ്ട് 16th സെഞ്ച്വറിയിൽ, അതായത് 1547 ജനിച്ച് 17th സെഞ്ച്വറി 1616 ജീവിച്ചിരുന്ന ഒരു സ്പാനിഷ് എഴുത്തുകാരനാണ് സെർവാന്തസ് എന്ന് പറയുന്നത്. ഒരു വലിയ പോരാളിയാണെന്ന് സ്വയം കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മണ്ടത്തരങ്ങളാണ് ഈ കഥ. ഡോൺ കിക്സോട്ടിൻ്റെ കഥയിൽ ഒരു വലിയ പോരാളിയാണെന്ന് സ്വയം കരുതുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മണ്ടത്തരങ്ങളാണ് ഈ കഥ ഉള്ളത്, ഈ ഡോൺ കിക്സോട്ടിലുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് അനിമൽ ഫാം. അനിമൽ ഫാം ഇസ് എ നോവൽ, ഇറ്റ്സ് എ ലോങ് നോവൽ, ഇറ്റ്സ് ആൻഡ് ഓൾസോ എ പൊളിറ്റിക്കൽ അലിഗറി. ഇത് ഒരു രൂപക കഥയാണ്.
ഇതിലെ കഥാപാത്രങ്ങളും ആക്ഷനുകളും രാഷ്ട്രീയ നേതാക്കളെയും സംഭവങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളാണ് ഇനി പഠിക്കേണ്ടതുള്ളത്. ഇതിൻ്റെ സമ്മറിയും മറ്റ് കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ട്